നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. CPM കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറിയായി PK ശിവരാമനെ തെരഞ്ഞെടുത്തു. കല്ലൂർ മുട്ടിത്തടി സ്വദേശിയെ കാവലൂർ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പുറത്ത് വീട്ടിൽ 69 വയസ്സുള്ള രവീന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അളകപ്പനഗർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ജോസ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബറിൽ കേരളത്തിൽ ലഭിച്ചത് 4 ഇരട്ടി മഴയെന്ന് കണക്കുകൾ. ഡിസംബർ ആയിട്ടും തണുപ്പെത്താത്തത് ആശങ്ക. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. 720 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. വാർത്തകൾ വിശദമായി. CPM കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ പൊതുസമ്മേളനം നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ പൊതുസമ്മേളനം നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹികളെന്ന മുദ്രകുത്തി എത്രയോ കള്ളക്കേസുകൾ പെടുത്തി, എത്രയോ ഗൂഢാചര കേസുകൾ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ചുമത്തി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, സോജൻ ജോസഫ്, MR രഞ്ജിത്ത്, KJ ഡിക്സൺ, EK അനൂപ്, PR പ്രസാദൻ, PK വിനോദൻ, AV ചന്ദ്രൻ, PD നെൽസൺ, PN വിഷ്ണു, AG രാധാമണി എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ മിൽ പരിസരത്തു നിന്നും സമ്മേളന നഗരിയായ ആമ്പല്ലൂർ ജോർജ് ടൗണിലേക്ക് നടന്ന ചുവപ്പ് സേന മാർച്ചിലും പ്രകടനത്തിലും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നമ്മുടെ തൊട്ടടുത്തുള്ള അളഗപ്പ ടെക്സ്റ്റൈൽസ് മിൽ, ആ മില്ലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുളർത്തുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തിനകത്ത് ഇടപെട്ട ഒരു സ്ഥാപനമായിരുന്നു അളഗപ്പ ടെക്സ്റ്റൈൽസ് മിൽ. 25 ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് ചേരുകയാണ്. അതിന് മുന്നോടിയായി മുഴുവൻ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. CPM കൊടകര ഏരിയ സെക്രട്ടറിയായി PK ശിവരാമനെ വീണ്ടും തെരഞ്ഞെടുത്തു. മറ്റത്തൂർ നാടിപ്പാറ സ്വദേശിയാണ്. നിലവിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. ആർട്ടിസൻസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചുമതല കൂടി നിർവഹിക്കുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം, വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, മുകുന്ദപുരം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എന്നീ ചുമതലകൾ കൂടി നിർവഹിച്ചിരുന്നു. കല്ലൂർ മുട്ടിത്തടി സ്വദേശിയെ കാവലൂർ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ മുട്ടിത്തടി സ്വദേശിയെ കാവലൂർ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പുറത്ത് വീട്ടിൽ 69 വയസ്സുള്ള രവീന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു സംഭവം. പോത്തിൻകുട്ടികളെ കുളിപ്പിക്കാൻ തോട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു രവീന്ദ്രൻ തോട്ടിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഭാനുമതിയാണ് ഭാര്യ. രജിൽ, പരേതരായ രതീഷ്, രാകേഷ് എന്നിവർ മക്കളാണ്. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ 32 വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത്. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു.
കച്ചവടത്തിന് ഇരിക്കുകയായിരുന്നു, ലോട്ടറി കച്ചവടത്തിനേ. അപ്പോൾ കച്ചവടത്തിന് ഇരിക്കുമ്പോൾ അലിസമിത്ത പെണ്ണുമ്പിള്ള അതിലെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു കവറെടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് മിണ്ടാറൊന്നുമില്ല, ഞാൻ ആളോട് മിണ്ടാറില്ല, ആളോട് സംസാരിക്കാറൊന്നുമില്ല, മിണ്ടാറും കൂടി ഇല്ല ആളോട്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് വന്ന ആൾ. അപ്പോൾ ഞാൻ എന്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറേ ചളി എടുത്ത് മുഖത്ത് തേച്ചു. എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു, ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റിക ഇരിക്കുന്നുണ്ടായിരുന്നു, സാധാ അണി അടിക്കുന്ന ചിറ്റിക. ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച വഴിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട്, അതുമ്പോൾ കുറേ തല്ലിയപ്പോൾ അത് ഒന്നും പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി 3 വീലറാണ്, അത് തല്ലി ഒരുവിധം നശിപ്പിച്ചിട്ടു. മുഖത്ത് ചെളി വാരിത്തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. അമ്പിളിയുടെ മുച്ചക്ര വാഹനവും സമീപത്തുള്ള പഴക്കടയും സ്ത്രീ അടിച്ചു തകർത്തു. ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ അമ്പിളി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാമത് അളഗപ്പനഗർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി.കെ. ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ദിവ്യ സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ദ്രുതഗതിയിൽ നടത്തണമെന്നും തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി തീർപ്പാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് MP റാഫി, ഏരിയ സെക്രട്ടറി ദിവ്യ വിനയൻ, ഏരിയ ട്രഷറർ VK ഡേവി, യൂണിറ്റ് സെക്രട്ടറി റീന ബാബു, ട്രഷറർ സിഞ്ചു ബാബു, MV പ്രീജ, ജിജി ബെന്നി എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് സമ്മേളനം നടത്തുന്നത്. സമ്മേളനം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നത്? സമ്മേളനം പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കാനും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനും. അതാരാണ് തിരഞ്ഞെടുക്കുക? നിങ്ങളാണ്. നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ഇവിടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. സിനിമാ താരങ്ങളായ സുബലക്ഷ്മി, തമിഴ് നടൻ വിജയകാന്ത്, കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, സംഗീത സംവിധായകൻ സംഗീത് ശിവൻ, ഗസൽ ഗായകൻ പങ്കജ് ദാസ്, കവി ബാലചന്ദ്രൻ വടക്കെടുത്ത് എന്നിവരുടെ വേർപാടിനും അനുശോചനം രേഖപ്പെടുത്തുന്നു. കുറഞ്ഞിട്ട് 405 കഴിഞ്ഞ വർഷം, ഈ പ്രാവശ്യം 393. അപ്പോൾ അത് എല്ലാവരുടെയും കൂട്ടായ്മയോടെ എല്ലാവരും അതിന് നമ്മളെ പുതിയ ആൾക്കാരെ നമ്മൾ ചേർത്താനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കുക. ഡിസംബറിൽ കേരളത്തിൽ ലഭിച്ചത് 4 ഇരട്ടി മഴയെന്ന കണക്കുകൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഡിസംബർ മാസത്തിൽ 32 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ടത്. എന്നാൽ ആദ്യ 14 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 128 മില്ലിമീറ്റർ മഴ ലഭിച്ചു. സമീപകാലത്ത് ഏറ്റവും മഴ ലഭിച്ച ഡിസംബർ മാസമാണ് കടന്നുപോകുന്നത്. നവംബറിൽ ലഭിച്ച മഴയേക്കാൾ കൂടുതൽ മഴയാണ് ഡിസംബറിൽ ലഭിച്ചത്. ഫിൻജാൽ ചുഴലിക്കാറ്റും അടിക്കടിയുണ്ടായ ന്യൂനമർദ്ദവുമാണ് മഴയ്ക്ക് കാരണം. തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഡിസംബർ മാസത്തിൽ മുഴുവൻ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ ഇതിനകം ലഭിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റ് ദിവസങ്ങളിൽ തന്നെ 84 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 2022, 1987, 1997, 1998 വർഷങ്ങളിലും ഡിസംബർ അവസാനം വരെ മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഡിസംബർ ആയിട്ടും കേരളത്തിൽ തണുപ്പുകാലം തുടങ്ങിയിട്ടില്ല. തണുപ്പെത്താത്തത് കാർഷിക മേഖലയ്ക്കടക്കം ദോഷം ചെയ്യും. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷം ഞായറാഴ്ച നടത്തും. വൈകിട്ട് 5-ന് ഒല്ലൂർ സി ഭവനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിക്കും. മേയർ MK വർഗീസ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. മാതൃഭൂമി ലേഖകൻ ശ്രീശോഭിനും ACV തൃശൂർ പ്രാദേശിക ലേഖകൻ പ്രദീപ് ഉണ്ണിക്കും TV അച്യുത വാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ്, ജീവകാരുണ്യ പ്രവർത്തകനെ ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടക്കും. വൈദ്യുത ചാർജ് വർധനവിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലോർ യൂണിറ്റ് പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ജനറൽ സെക്രട്ടറി CJ ഷാജു, ട്രഷറർ PL ജോസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. മുൻ കോൺഗ്രസ് നേതാവ് PR ഫ്രാൻസിസിന്റെ ജനശതാബ്ദി ആഘോഷങ്ങൾ ഒല്ലൂർ പനമുട്ടിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ വ്യാഴാഴ്ച നടക്കുമെന്ന് ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു.
വൈകിട്ട് 4-ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെയ്ജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് നിത്യഹരിത ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഹൃദയരാഗങ്ങളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെയ്ജു സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ റിസൻ വർഗീസ്, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, കോർഡിനേറ്റേഴ്സായ എ ജോസ്, സന്ദീപ് സഹദേവൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട PR-ന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 141 പേരാണ് 2023 മുതൽ ആരംഭിച്ച പരിശീലനം പൂർത്തീകരിച്ചത്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന സേനയായി കേരള പോലീസ് മാറിയെന്ന് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ചിലപ്പോൾ പോലീസിനും ഉണ്ടായേക്കാം. അത്തരം സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വർഗീയ തീവ്രവാദ നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. പോറലേൽക്കരുത്. ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു പോറലും തട്ടാതിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിലും ഒരു ഘടകം പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഞായറാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമം നടക്കും. രാവിലെ 7:30 മുതൽ 10 വരെയാണ് ഹോമം നടക്കുന്നത്. പുതുക്കാട് തെക്കേത്തുറവ് സാമിയാർകുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ഈ മാസം 18-ന് ആഘോഷിക്കും. കീർസ് കോളേജ് ഓർമ്മച്ചെപ്പ് 2024 പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ അളകപ്പനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9061234917 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 720 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 57,120 രൂപയാണ്. വെള്ളിയാഴ്ച 440 രൂപ കുറഞ്ഞിരുന്നു. ഈ ആഴ്ച ആദ്യ ദിവസങ്ങളിൽ സ്വർണ്ണവില കുത്തനെ കൂടിയിരുന്നു. 3 ദിവസം കൊണ്ട് വിപണിയിൽ 1360 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. എന്നാൽ വാരാന്ത്യത്തിൽ 2 ദിവസം കൊണ്ട് 1160 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 90 രൂപ കുറഞ്ഞ് 7140 രൂപയിലേക്ക് എത്തി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 75 രൂപ കുറഞ്ഞ് 5895 രൂപയായി. വെള്ളിയുടെ വിലയിലും വലിയ ഇടിവുണ്ടായി. 1 ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില 1 രൂപ കുറഞ്ഞ് 97 രൂപയായി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അത് എന്നുവരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. റിപ്പോർട്ട് കാണാം. ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡ് എന്നേക്കുമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നറിയേണ്ടത് പ്രധാനമാണ്. എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഒരു കാലഹരണ തീയതിയുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്നുവരെ ഉപയോഗിക്കാം എന്നുള്ളത് ക്രെഡിറ്റ് കാർഡിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. ഈ തീയതി അല്ലെങ്കിൽ മാസം കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താൻ കഴിയില്ല. കാർഡ് ഉടമകൾക്ക് സുരക്ഷയും പരിരക്ഷയും നൽകുന്നതിനായാണ് ക്രെഡിറ്റ് കാർഡ് വിതരണക്കാർ ഒരു കാലഹരണ തീയതി വയ്ക്കുന്നത്. കാരണം കാലക്രമേണ സാങ്കേതിക വിദ്യ നവീകരിക്കപ്പെടുന്നുണ്ട്. ഇതിനനുസരിച്ച് ക്രെഡിറ്റ് കാർഡുകളിലും മാറ്റം വരേണ്ടത് അനിവാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഒരു കാലഹരണ തീയതി നൽകിയിരിക്കുന്നത്. കൂടാതെ ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെ ക്രെഡിറ്റ് കാർഡിന്റെ മാഗ്നറ്റിക് ചിപ്പ് തേയും. ഇത് ഇടപാടുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നയിക്കും. അതിനാൽ കൃത്യമായ ഇടവേളകളിൽ ക്രെഡിറ്റ് കാർഡ് പുതുക്കണം. ക്രെഡിറ്റ് കാർഡിന് മുകളിൽ 16 അക്ക ക്രെഡിറ്റ് കാർഡ് നമ്പർ, കാർഡ് ഉടമയുടെ പേര്, ഇഷ്യൂ ചെയ്യുന്ന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾക്കൊപ്പം കാലഹരണ തീയതിയും ഉണ്ടാകും. ഇനി ക്രെഡിറ്റ് കാർഡിൽ കാലഹരണപ്പെടൽ തീയതി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ടാകും. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡ് കാലഹരണപ്പെടുന്നതിന് ശേഷവും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് സജീവമായിരിക്കും. ക്രെഡിറ്റ് കാർഡ് നൽകുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് കാർഡുകളുടെ കാലഹരണ തീയതി ട്രാക്ക് ചെയ്യുകയും അതിനനുസരിച്ച് പുതുക്കിയ കാർഡ് അയക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉടനെ അവരുമായി ബന്ധപ്പെടേണ്ടതാണ്.
കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2027 ഒക്ടോബർ 19 വരെ കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയായ ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് കേപ്പബിലിറ്റി ഫോർ കോംബാറ്റിംഗ് ഇല്ലീഗൽ ട്രേഡ് ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ഇന്ത്യ റോസ് ഫുഡ് പദ്ധതിയിലേക്ക് പ്രോജക്ട് ഫെലോയുടെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. അപേക്ഷകർ MSc ബയോടെക്നോളജി, ബോട്ടണിയിൽ 60% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദമോ അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ആകണം. UGCJRF, UGCCSIR സമാന ദേശീയ ഗവേഷണ ഫെലോഷിപ്പ് അഭിലഷണീയ യോഗ്യതയാണ്. ഫോൺ 0487-2690-100. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന 1 മാസം ദൈർഘ്യമുള്ള ബേസിക് പ്രോഗ്രാം ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന ഓൺലൈൻ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ മേഖലകളിലുള്ള ബിരുദം അഥവാ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ 9011110031. മറ്റൊരു നമ്പർ 8075553851. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപയും പവന് 57,120 രൂപയും രേഖപ്പെടുത്തി. മറ്റത്തൂർ മോനടി ആങ്കാരത്ത് വേലായുധൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറിയായി PK ശിവരാമനെ തെരഞ്ഞെടുത്തു. കല്ലൂർ മുട്ടിത്തടി സ്വദേശിയെ കാവലൂർ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പുറത്ത് വീട്ടിൽ 69 വയസ്സുള്ള രവീന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അളകപ്പനഗർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ജോസ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബറിൽ കേരളത്തിൽ ലഭിച്ചത് 4 ഇരട്ടി മഴയെന്ന് കണക്കുകൾ. ഡിസംബറായിട്ടും തണുപ്പെത്താത്തത് ആശങ്ക. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. 720 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.